ഒരു വലിയ മനുഷ്യനെ, ഒരു വലിയ മനുഷ്യസ്നേഹിയെ, ഒരു സമാധാന പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്കും ജീവിതത്തിലേക്കും അദ്ദേഹം പുലർത്തിയ ജീവിതത്തിൻ്റെ ദിശാബോധങ്ങളിലേക്കുമൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു സായാഹ്നമാണ്. ആ സായാഹ്നത്തിൻ്റെ കിളിവാതിൽ തുറക്കാനാണ് എൻ്റെ ജോലി. ഈ കിളിവാതിൽ തുറക്കാനായിട്ട് എന്തിനാണ് ഒരു കുഞ്ഞു കിളിയെ വിളിച്ചതെന്നുള്ള അങ്കലാപ്പും ആശങ്കയും എനിക്കുണ്ട്. എങ്കിലും സ്നേഹം നിറഞ്ഞവരെ, എറണാകുളം നഗരം അതിൻ്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മാർപ്പാപ്പയെ, ഒരു വിശ്വവന്യനായ മാർപ്പാപ്പയെ ഓർത്തെടുക്കുമ്പോൾ അതൊരുപാട് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മളോട് പറയുന്നുണ്ട്. എന്തിനേയും, ഏതൊരു കൾച്ചറിനെയും, ഏതൊരു പുതുമയെയും തുറവിയോടെ നോക്കിക്കാണുന്ന ജനങ്ങളാണ് എറണാകുളത്തുള്ളത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒരുപാടുള്ള മനുഷ്യരാണ് ഇവിടെ അധിവസിക്കുന്നത്. നാനാജാതി മതത്തിലുള്ള മനുഷ്യർ ഒത്തുവസിക്കുന്ന ഒരു പ്രോഗ്രസീവായ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലം കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. വെൻ ദ എലിഫൻറ്റ് വാക്സ് ദ ഫോറസ്റ്റ് വാക്ക് ടുഗദർ എന്ന് പറയും. ഒരുപക്ഷേ എറണാകുളം സഞ്ചരിക്കുമ്പോൾ കേരളവും സഞ്ചരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ചിന്തയുടെയും ആശയങ്ങളുടെയും പുതിയ തോട്ടുകളും പ്രോഗ്രസീവായ ആദ്യ സ്റ്റെപ്പുകളും എല്ലാം ഉടലെടുക്കുന്നത് ഈ എറണാകുളം ജില്ലയിലാണ്, എറണാകുളത്താണ്. അങ്ങനെയുള്ള എറണാകുളം നഗരം ഇന്നൊരു സായാഹ്നത്തിൽ ഏറ്റവും പ്രോഗ്രസീവായി ലോകത്തെ നോക്കിക്കണ്ട, മുൻവിധികളൊന്നുമില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിച്ച, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായിട്ട് മനുഷ്യനെന്ന് ഉയർത്തിപ്പിടിച്ച ഒരു വലിയ മനുഷ്യസ്നേഹിയെ ഓർത്തെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു മാർപ്പാപ്പയുടെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഏറെക്കുറെ സിമിലാരിറ്റിയുള്ള എറണാകുളം. അതുകൊണ്ട് തന്നെ ഈ സായാഹ്നം സുന്ദരമാണ്. 1986 നവംബറിൽ ഇറ്റലിയിലെ അസീസിയിൽ ഒരു സർവ്വമത സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനം തുടങ്ങുന്നത് തന്നെ ഒരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, അസൂയയിലെടുത്ത് വിശ്വാസവും, നിരാശകളുടെടുത്ത് പ്രത്യാശയും ഞാൻ വിതയ്ക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുന്ദരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അന്ന് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ടും ലോക ചരിത്രത്തിൽ എവിടെയൊക്കെ മനുഷ്യർ ഒത്തുകൂടുന്നുണ്ടോ അവിടെ മതം നോക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമാധാന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ സൃഷ്ടാവ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. മതത്തിനതീതമായി മനുഷ്യരെയും ചെടികളെയും പൂക്കളെയും പ്രപഞ്ചത്തെ തന്നെയും സഹോദര സഹോദരി എന്നൊക്കെ സ്നേഹത്തോടെ വിളിച്ച ഒരു സ്നേഹഗായകൻ. കത്തോലിക്ക സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. പക്ഷേ ഒരു പൊതുസമൂഹത്തിന് എത്ര പേരെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുന്ന 2 പേരുകളുണ്ടാവും. ഒന്ന് ഫ്രാൻസിസ് ഓഫ് അസീസിയാണ്, 2 മദർ തെരേസയാണ്. കാരണം മതത്തിൻ്റെ കെട്ടുപാടുകൾക്കും അപ്പുറം, അവരുടെ ലോകങ്ങൾക്കും അപ്പുറം മനുഷ്യൻ എന്ന വലിയ സത്യത്തെ ഉയർത്തിപ്പിടിച്ച 2 പേരാണ്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെ വലുതാണ്. ഇത് പറയുമ്പോൾ 2013 ഏപ്രിൽ 21 ലോകമാധ്യമങ്ങളെല്ലാം ഇനി അടുത്ത മാർപ്പാപ്പ ആരെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സായാഹ്നമാണ്. വെള്ളപ്പുക വന്നു. പുകയ്ക്ക് ശേഷം ഒരു മനുഷ്യൻ ആ കിളിവാതിലിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്യും. അതാരാണെന്നറിയാനുള്ള മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഉത്കണ്ഠയാണ്. ഉത്കണ്ഠകൾക്കൊടുവിലായി പ്രായം ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ജാലകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ആകാംക്ഷയോടെ അയാളുടെ പേരുകളൊക്കെ തപ്പാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി, ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം ജനങ്ങളെ കണ്ടു. ഒരു മാർപ്പാപ്പയായതിനു ശേഷം ആദ്യം സഭയ്ക്കും ലോകത്തിനും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ ആശീർവാദത്തിൻ്റെ പേര് ഊർബി എത്ത് ഓർബി എന്നാണ്. ആ ആശീർവാദം സ്വീകരിക്കാൻ ജനങ്ങളെല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്കിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ആശീർവദിക്കാൻ കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആശീർവദിക്കുക, കാരണം ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞിട്ട് ലോകസമക്ഷം കുമ്പിട്ട് നിൽക്കുന്ന ഒരു മിനിറ്റ്. ആ 1 മിനിറ്റിലാണ് ആദ്യത്തെ വിപ്ലവം തുടങ്ങുന്നത്. തീർന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് ലോകത്തേക്ക് വെളിപ്പെട്ടു: പോപ്പ് ഫ്രാൻസിസ്. അന്നുവരെ ഫ്രാൻസിസ് എന്ന് പറയുന്ന പേര് അത്ര പോപ്പുലർ ആണെങ്കിലും ഒരു മാർപ്പാപ്പയും സ്വീകരിച്ചിരുന്നില്ല. എന്തേ സ്വീകരിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായിരിക്കുന്നു. അപ്പോഴും മാധ്യമങ്ങളുടെ ചർച്ചകളുണ്ട്. കാരണം ഈ മാർപ്പാപ്പ ജസ്വീറ്റ് സഭാംഗമാണ്. ഈശോസഭക്കാരനായ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയിൽപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ എന്ന വിശുദ്ധൻ്റെ നാമധേയമാകാനാണ് സാധ്യത. പക്ഷേ അദ്ദേഹം പറഞ്ഞു,
ഇത് അസീസിയിലെ ഫ്രാൻസിസാണ്. അത് സത്യമാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ വിപ്ലവത്തിൻ്റെ നാന്ദിയാണതെന്ന് ലോകം തീരുമാനിച്ചു. കാരണം ദരിദ്രരായ മനുഷ്യരെ പുൽകാൻ, ദാരിദ്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ, ലോകത്തെ മതിലുകളില്ലാതെ അതിരുകളില്ലാതെ ചേർത്ത് പിടിക്കണമെന്നും പുല്ലിനെയും പൂവിനെയും മനുഷ്യനെയും ആദരവോടെ മാനിക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ച രണ്ടാം ക്രിസ്തുവെന്ന് ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂവെങ്കിൽ അത് ഫ്രാൻസിസ് അസീസിയാണ്. ആ അസീസിയുടെ നാമം ഇത്ര കാലങ്ങൾക്കിപ്പുറം 2013 ആദ്യമായി ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അത് വെറും പേരല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേരിൽ പലതും ഇരിക്കുന്നു. ആ പേര് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. സ്നേഹം നിറഞ്ഞവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നവർക്കെല്ലാം പറയാനുണ്ടാവും. അതിലേക്കെല്ലാം ഒരു കുഞ്ഞു കിളിവാതിൽ തുറന്നിടുക എന്നത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചത്? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ശൈലി മാറ്റമാണ്. അതുവരെ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മനസ്സാക്ഷിയാണെന്നും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണെന്നും ഒക്കെ നമ്മൾ ആദരവോടെ കണ്ടിട്ടുണ്ട്. ആ തലപ്പങ്ങളോ ആ തലക്കനങ്ങളോ ആ പദവികളോ അദ്ദേഹം സ്വന്തം തലയിൽ ഏറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാഴ്ച നമ്മൾ കാണുന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം അതുവരെ താൻ താമസിച്ചിരുന്ന മുറിക്ക് വാടക കൊടുക്കാനായിട്ടൊരു കറുത്ത ഭാഗം പിടിച്ച് ക്യൂ നിൽക്കുന്ന മാർപ്പാപ്പ. അന്ന് വരെ നമ്മളാരും അങ്ങനെ ഒരു പാപ്പയെ കണ്ടിട്ടില്ല. പിന്നെയും വത്തിക്കാൻ്റെ ഏറ്റവും മനോഹരമായ സൗകര്യങ്ങളുള്ള ഏറ്റവും ആഡംബരം നിറഞ്ഞ മാർപ്പാപ്പമാർ താമസിക്കുന്ന പാലസ്, ആ പാലസിലേക്ക് അദ്ദേഹം താമസിക്കാൻ പോയില്ല. എനിക്ക് അപ്പുറത്തെ കുഞ്ഞു കെട്ടിടം മതി എന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരനെ പോലെ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മൾ ആ മുറിയും കണ്ടു. ഒരു കുഞ്ഞു കട്ടില്, ഒരു കുരിശുരൂപം, ഒരു മേശ, ഒരു കസേര, ഇത്രയുമായിരുന്നു ലക്ഷറി. അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ അദ്ദേഹം ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുത്തപ്പോൾ അതൊന്നും പ്രഹസനമായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ നാച്ചുറലായും വളരെ ജെനുവിനായും അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ലാളിത്യഭാവമാണ്. അതൊരു ആവരണമായിരുന്നില്ല, ഉള്ളിലുള്ളത് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ രാത്രിയിൽ തൻ്റെ മുറിക്ക് കാവൽ നിൽക്കുന്ന സ്വിസ് ഗാർഡിന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, കാപ്പി തിളപ്പിച്ച് കൊടുക്കുന്ന ഒരു മാർപ്പാപ്പ. നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം, പലവട്ടം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ അതൊരു സഭയുടെയും ക്രിസ്തുവിൻ്റെയും മുഖമാണെന്ന് നമുക്ക് തോന്നുന്നത് ബുധനാഴ്ചകളിലെ ഓഡിയൻസിന് ഒരു മാർപ്പാപ്പ വരുന്നു. ആഡംബരങ്ങളുള്ള കാറുകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു സാധാരണ കാറിൽ അദ്ദേഹം ആ വരുന്ന മനുഷ്യരെയൊക്കെ ആലിംഗനം ചെയ്യുന്നത്, സ്നേഹത്തോടെ പുൽകുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടവും തൊടലും പോലും നമ്മുടെ മനസ്സുകളെ സാന്ദ്രമാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പാപ്പാസ്ഥാനത്തിൻ്റെ 1 വർഷം പിന്നിട്ടിട്ടില്ല, ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. മേലാസകലം വ്രണം ബാധിച്ച ഒരു മനുഷ്യനെ ചേർത്ത് പുൽകുന്ന കാഴ്ച. അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്, കാണുന്ന നമ്മളുടെ കണ്ണ് നിറയുന്നുണ്ട്. പണ്ടെങ്ങോ നമ്മൾ കണ്ട കുഷ്ഠരോഗിയെ ചുംബിച്ച ഫ്രാൻസിസിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് ഫ്രാൻസിസ് ലിയോയോട് പറയുന്നുണ്ട്, ലിയോ, നമ്മൾ സ്നേഹത്തോടെ ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ചാൽ അവരെല്ലാം ക്രിസ്തുമാരായി മാറും. സ്നേഹം നിറഞ്ഞവരെ, ഒരു പാരഡൈം ഷിഫ്റ്റാണ്. നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്ന സംവിധാനമല്ല. നിങ്ങളുടെ പാദസേവകനായി, നിങ്ങളിൽ ഒരാളെ പോലെ ദ കോമൺ മാനായി ജീവിക്കാനുള്ള എൻ്റെ വിളിയാണെന്ന് ലോകത്തെ കാണിച്ചു തന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടു, ഏറ്റവും കൂടുതൽ ജനകീയനായി, അതോടൊപ്പം തന്നെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി ആദ്യത്തെ ചോദ്യം, ആ വിമർശനം എവിടെ നിന്നായിരുന്നു? ആ വിമർശനം പുറത്തു നിന്നായിരുന്നില്ല, സഭയ്ക്കകത്ത് നിന്ന് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തുറവിയും അദ്ദേഹത്തിൻ്റെ വിപ്ലവങ്ങളും അദ്ദേഹം പുലർത്തിയ പാരഡൈം ഷിഫ്റ്റുകളും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇടുങ്ങിയ മനസ്സുള്ള സഭാ നേതൃത്വം ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ട്. തീർച്ചയായും അത്തരം ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസീവായ സ്റ്റെപ്പുകൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇദ്ദേഹം പാപ്പാസ്ഥാനത്തിൻ്റെ മഹത്വം കളയും എന്നവർ പറഞ്ഞു. മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ഇടയനാണ്. ഇടയൻ ആടുകളുടെ കൂടെ നിൽക്കേണ്ടവനാണ്, ആടുകളുടെ മണമുണ്ടാകേണ്ടവനാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പാപ്പാസ്ഥാനം അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, വത്തിക്കാൻ കാര്യാലയം എന്നത് പാപ്പാസ്ഥാനത്തിൻ്റെ കുഷ്ഠമാണെന്ന്. എത്ര മനുഷ്യർക്ക് പറയാൻ പറ്റും? ഞാനിരിക്കുന്ന സഭയുടെ തന്നെ പുഴുക്കുത്തുകളെ നോക്കിക്കണ്ടിട്ട് ഈ സഭ
ഒരു കുഷ്ഠം പിടിച്ച സഭയാണെന്നും ഇതിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞത് സ്വന്തം മുറിയിലിരുന്നല്ല, ലോകത്തിൻ്റെ നെറുകയിൽ നിന്നാണ്. അതാണ് അദ്ദേഹം കൊണ്ടുവന്ന റിഫോം. അതായത് നന്നാക്കേണ്ടതും ശുദ്ധിയാകേണ്ടതും ആദ്യം എൻ്റെ വീട് തന്നെയാണെന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ റിഫോം എന്താണ്? വത്തിക്കാൻ കാര്യാലയം അതുവരെ പഴികേട്ടതാണ്. വത്തിക്കാൻ ബാങ്ക് അതുവരെ കരിനിഴലിലായിരുന്നു. അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഒരു കുറ്റിച്ചൂലുമായിട്ട് മാർപ്പാപ്പ ഇറങ്ങുകയാണ്. അദ്ദേഹം പലരെയും, അതുവരെ ആ കാര്യാലയങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടന്ന പലരെയും പുറത്താക്കി, എണ്ണം കുറച്ചു. അത്തരം ഡിക്കാസ്റ്ററുകളുടെ തലപ്പത്തേക്ക് ആദ്യമായി വനിതകൾ വന്നു, സിസ്റ്റേഴ്സ് വന്നു, അൽമായരായിട്ടുള്ള മനുഷ്യർ വന്നു. എന്ത് പാരഡൈം ഷിഫ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്! നമ്മളെല്ലാവരും ആരാധനയോടെ ആദരവോടെ ഓർക്കുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അനാരോഗ്യം മൂലം രാജിവെച്ചുവെന്നാണ് നമുക്കെല്ലാവർക്കും അറിവുള്ളത്. പക്ഷേ അനാരോഗ്യം മാത്രമല്ല കാരണമെന്ന് രഹസ്യവും പരസ്യവുമായ കാര്യമാണ്. അതുവരെ വത്തിക്കാനിലെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ ബാധിച്ചിരുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ കഥകളും വത്തിക്കാന്റെ തന്നെ നീതികേടുകളും ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റുള്ള സംവിധാനങ്ങളും അദ്ദേഹം കൺമുന്നിൽ കണ്ടിട്ട് കൂടിയാണ് രാജിവെച്ച് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഈ സഭ തെറ്റുകളുടെയും പാപികളുടെയും കൂടി സഭയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തീർന്നില്ല, അദ്ദേഹം പുറത്താക്കിയവരിൽ പലരെയും പറ്റി ഓർക്കുമ്പോൾ അത്രയും നാൾ അത്യുന്നതമായ പദവികൾ കൈയാളിയിരുന്ന കർദിനാളന്മാർ വരെ രാജിവെപ്പിച്ച് പുറത്താക്കി. കർദിനാൾ തിയഡോർ എഡ്ഗാരിക് മക്കാരിക് അല്ലെങ്കിൽ ജവാനി ആഞ്ചലോ ബെച്ചു 0 ടോളറൻസ് ആയിരുന്നു. അവരെയൊക്കെ പുറത്താക്കി. കാരണം താൻ എടുക്കുന്ന സ്റ്റെപ്പുകളിൽ സത്യമുണ്ടാകണം, ക്രിസ്തു ഉണ്ടാകണം, അത് ബ്രേവ് ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള റിഫോർമുകളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 വർഷത്തിനുള്ളിൽ വത്തിക്കാൻ ബാങ്കിലെ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു, സുതാര്യമാക്കി അദ്ദേഹം മാറ്റി. സ്നേഹം നിറഞ്ഞവരെ, അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റം ലോകത്തിനെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ മാർപ്പാപ്പയുടേതായിട്ടുള്ളത് മതാന്തര സംഭാഷണങ്ങളാണ്. ഒരുപക്ഷെ ഒരു മതത്തിൻ്റെ നേതാവ് ഒരു മതേതരനായിരിക്കുക എന്ന് ലോകത്തെ കാണിച്ചു വന്നു. നിങ്ങളൊരു മതത്തിൻ്റെ നേതാവായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു മതേതരനായ മനുഷ്യനായി മാറാൻ സാധിക്കും? അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കുറേ വള്ളി പിടിച്ച സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നീട്. എൻ്റെ ദൈവം കത്തോലിക്കനല്ല. എൻ്റെ ദൈവം കത്തോലിക്കനല്ലെന്ന് ഒരു മാർപ്പാപ്പ പറയുമ്പോൾ ചെറിയ ചെറിയ ഇടുങ്ങിയ പോക്കറ്റുകൾക്കും അപ്പുറം ദൈവമെന്ന വലിയ പിതാവിനെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എത്ര പേർക്ക് സ്നേഹമുള്ളവരെ ഇങ്ങനെ പറയാൻ കഴിയും? എന്നും പള്ളിയിൽ വരുന്ന, നിങ്ങൾ പറയുന്ന മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, എല്ലാ ഭക്താഭ്യാസങ്ങളും ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഒരിക്കലും പള്ളിയിൽ കയറിയിട്ടില്ലാത്ത, എന്നാൽ ജീവിതത്തിൽ മനുഷ്യരോട് മനുഷ്യപ്പറ്റോടെ പെരുമാറുന്നവൻ കുറെ കൂടി നല്ല ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ മടി കാണിക്കാത്ത ഒരു മാർപ്പാപ്പ. മതാന്തര സംവാദങ്ങളുടെ കൂടി മാർപ്പാപ്പയായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അസീസിയിലെ ഫ്രാൻസിസ്, അന്ന് കുരിശുദ്ധം നടക്കുന്ന കാലമാണ്, യുദ്ധഭൂമി, വിശുദ്ധ ഭൂമിക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും പോരടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആര് ജയിക്കും, ആര് തോൽക്കും, ആര് നേടും, ആരാണ് ശ്രേഷ്ഠരെന്ന് ചോര ചിന്തിക്കൊണ്ട് 2 മതങ്ങൾ നടത്തിയ കുരിശ് യുദ്ധത്തിൻ്റെ തേരോട്ടത്തിൻ്റെ ഒരു രക്തക്കറ പുരണ്ട അധ്യായം. ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ ശത്രുഭേദങ്ങളെയും വകവെച്ചുകൊണ്ട്, സൈന്യത്തെ വകവെച്ചുകൊണ്ട് അദ്ദേഹം ശത്രുപാളയത്തിലേക്ക് കടന്നു നിന്നു സുൽത്താനെ കാണാനായിട്ട്. നിങ്ങൾ ചിന്തിക്കരുത് അദ്ദേഹം സുൽത്താനെ മാനസാന്തരപ്പെടുത്താനോ മാമോദിസ മുക്കിക്കളയാനോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാനുമായിരുന്നില്ല. അദ്ദേഹം സൗഹൃദത്തോടെ ആ സുൽത്താനുമായി സംസാരിക്കാനായിരുന്നു. അവിടെ മതമായിരുന്നില്ല, അതിനപ്പുറത്ത് മനുഷ്യരെന്നുള്ള, നാം എല്ലാം സഹോദരങ്ങൾ എന്നുള്ള വലിയ സാഹോദര്യ ബോധ്യമായിരുന്നു. അതാണ് പിന്നീട് ഫ്രത്തേലി തൂത്തി, നാം ഏവരും സഹോദരങ്ങൾ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. 2016 അന്ന് നമുക്കറിയാം, 2015 ഭീകരാക്രമണം പാരീസിലുണ്ടായി. യൂറോപ്പ് മൊത്തം ഇസ്ലാം കുടിയേറ്റത്തെയും ഇസ്ലാം ഭീകരവാദത്തെയൊക്കെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. 2016 മാർപ്പാപ്പ ഫ്ലൈറ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അന്ന് തലേന്ന് ഫ്രാൻസിലെ ഒരു 85 പിന്നിട്ട ഒരു വൈദികനെ ഇസ്ലാം ഭീകരവാദികൾ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിൽ ആദ്യത്തെ ചോദ്യം മാർപ്പാപ്പയോട് ഇതേപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കമന്റ് എന്താണ്? തീർച്ചയായിട്ടും ഒരു കത്തോലിക്ക സഭയുടെ മത നേതാവായ മാർപ്പാപ്പ ഇസ്ലാം ഭീകരവാദത്തെ പറ്റി എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധേയമാണ്.
ഞാൻ ഇസ്ലാം ഭീകരവാദത്തെ പറ്റി പറയണമെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ ഭീകരവാദത്തെ പറ്റിയും പറയണം. കാരണം ഞാൻ താമസിക്കുന്നത് റോമിലാണ്. എന്നും പത്രം വായിക്കുമ്പോൾ ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പിടിച്ചുപറിയുടെയും ഒരുപാട് വാർത്ത ഞാനും വായിക്കുന്നുണ്ട്. ഈ പേര് നോക്കുമ്പോൾ നാമധാരികളെല്ലാം ക്രിസ്ത്യൻ നാമധാരികളാണ്. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്, അതിന് മതം കൽപ്പിക്കരുത്, മതം കൊണ്ട് അതിനെ അളന്നു മുറിക്കാൻ നോക്കരുത്. സ്നേഹം നിറഞ്ഞവരെ, എത്ര ഉദാത്തമായ കാഴ്ചപ്പാടാണ്! ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങ് കേരളത്തിൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇതുകൂടാതെ ഭരണം പിടിച്ചെടുക്കാനുള്ള പുതിയ ബാന്ധവങ്ങൾ, കാസ, ക്രോസ്, ഇത്തരം വർഗീയവാദ ഗ്രൂപ്പുകൾ കൊണ്ട് എങ്ങനെ അപരമതങ്ങളെ വെറുപ്പിച്ചകറ്റാമെന്ന് കേരളത്തിലെ സഭയും കേരളത്തിലെ കുറച്ച് വിഭാഗങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്! ആ മാർപ്പാപ്പയെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? എവിടം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? സ്നേഹം നിറഞ്ഞവരെ, ഈ മാർപ്പാപ്പ തന്ന വെളിച്ചമൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇനിയും ഒരുപാട് സമയം നമ്മൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും എനിക്ക് അഭിമാനമുണ്ട്, എറണാകുളത്തെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഈ മാർപ്പാപ്പയുടെ ശൈലി ക്രിസ്തീയമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞത് പലതും ക്രിസ്തുവിനോട് ചേരുന്ന പാവങ്ങളുടെ ശൈലിയാണെന്നുള്ളത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അസമത്വങ്ങളും അസഹിഷ്ണുത നിറഞ്ഞൊരു സമൂഹത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മളും ജീവിച്ചത്. അദ്ദേഹം കുടിയേറ്റക്കാരോട് സ്വീകരിച്ച മനോഭാവം. ആദ്യമായൊരു മാർപ്പാപ്പ റോമിന് വെളിയിലേക്ക് പോകുന്നത് ലാംപെദൂസയിലാണ്. ആ ലാംപെദൂസയിൽ വന്നിട്ടാണ് എല്ലാ കുടിയേറ്റക്കാരും ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ കുടിയേറുന്നത്. അവരുടെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ആ തുറമുഖത്തിലേക്ക് ചെന്നിട്ട് ആ തിരമാലകളുടെ മേൽ അദ്ദേഹം ഒരു പുഷ്പചക്രം സമർപ്പിച്ചു. ശവകുടീരങ്ങളില്ല, വെറും തിരമാലകൾ മാത്രം. അതാർക്ക് വേണ്ടിയാണ്? എത്രയോ വർഷങ്ങളായി ഇതുപോലെ സ്വപ്നം കണ്ട് ലോകം പച്ചപിടിപ്പിക്കാൻ, ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഈ കടല് താണ്ടി പോയവരാണ്. പക്ഷെ മറുകര കാണാത്ത കുറേ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പേരില്ല, അവർക്ക് കുടീരങ്ങളില്ല, അവരുടെ റെക്കോർഡുകളില്ല. ഇത്തരത്തിൽ പൊലിഞ്ഞു പോയവന്റെയും കൂടി ലോകമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരമാലകൾക്ക് മധ്യേ ഒരു റീത്ത് വെച്ചു. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണത്! ഈ സഭ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യര് ഇത്തരത്തിലുള്ള അഭയാർത്ഥികളുടെയും പലായനം ചെയ്യുന്നവരുടെയും കുടിയേറ്റക്കാരുടെയും കൂടിയാണ്. കാരണം അവരെന്തിനാണ് പലായനം ചെയ്യുന്നത്? അവരുടെ ദാരിദ്ര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം കൊണ്ടാകാം, അവരുടെ ഗതികേട് കൊണ്ടാകാം. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. കുടിയേറ്റക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊരു പേരുണ്ട്, അവർക്കൊരു ഹൃദയമുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഇവാഞ്ചലി ഗൗതിയും ഇറങ്ങി. എന്താ അതിന്റെ പ്രത്യേകത? പച്ചയ്ക്ക് ക്യാപിറ്റലിസത്തെ എതിർത്തുകൊണ്ട് പറയുകയാണ്, മുതലാളിത്തത്തെ എതിർത്തുകൊണ്ട് പറയുന്നു. ആരുടെ നേരെ നോക്കി? അപ്പുറത്ത് ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. എത്ര മാർപ്പാപ്പമാർക്ക് ധൈര്യമുണ്ടാകും? നിങ്ങൾ ഈ കാണിക്കുന്ന മുതലാളിത്ത സമൂഹത്തിന്റെ ഇടയിൽ സാധാരണക്കാരനായ മനുഷ്യൻ ഞെരുങ്ങുന്നുണ്ട് എന്ന് ക്യാപിറ്റലിസത്തിന് നേരെ ഒരു മാർപ്പാപ്പ ചോദ്യം ചെയ്യുകയാണ്. ഇതല്ലേ ബ്രേവ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത്? സ്നേഹം നിറഞ്ഞവരെ, അത്തരണത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു മാർപ്പാപ്പയെ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ലൗദാത്തോ സി ചാക്രേക ലേഖനം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മാർപ്പാപ്പ പാപത്തെപ്പറ്റിയും പുണ്യത്തെപ്പറ്റിയും ഒക്കെ പറയാതെ പ്രകൃതിനെ പറ്റി പറയുന്നത്, ഭൂമിയെപ്പറ്റി പറയുന്നത്, പുഴയെപ്പറ്റി പറയുന്നത്, മാലിന്യങ്ങളെ പറ്റി പറയുന്നത്. ആദ്യമായി ഹരിത ആത്മീയതയെ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം. നിങ്ങൾ ഈ ഭൂമി മലിനമാക്കുമ്പോൾ, ഈ വെള്ളം മലിനമാക്കുമ്പോൾ അത് കൊടിയ പാതകവും കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപം കൂടിയാണെന്ന് ഒരു മാർപ്പാപ്പ ആദ്യമായി ലോകത്തെ കാണിച്ചു കൊടുത്തു. പ്രകൃതി സ്നേഹിയായ ഫ്രാൻസിസിനെ നമ്മൾ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ മാർപ്പാപ്പ വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാർപ്പാപ്പ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, മതിലുകളല്ല നമ്മളിനി പണിയേണ്ടത്. മതി ഒരുപാട് കാലമായി, എത്ര മതിലുകൾ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ മതിലുകളല്ല പണിയേണ്ടത്, നമ്മൾ നിർമ്മിക്കേണ്ടത് പാലങ്ങളാണ്. മതങ്ങൾക്ക് അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയുന്ന മനുഷ്യരായി നിങ്ങൾ മാറണമെന്ന് ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. അപ്പോഴാണ് അപ്പുറത്ത് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ വാൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. ഈ മതിൽ തെറ്റാണെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പോലെ എളിയവനാകുകയും ക്രിസ്തുവിനെ പോലെ ചാട്ടവാറെടുക്കുകയും ചെയ്യാൻ മടി കാണിക്കാതിരുന്ന ഒരു മാർപ്പാപ്പ. തീർച്ചയായിട്ടും ആ മാർപ്പാപ്പ ലോകത്തിൻ്റെ മനസാക്ഷിയായിരുന്നു. LGBTQIA+ കാറ്റഗറി, എത്ര മതങ്ങൾ ഇപ്പോഴും ആ വിഭാഗത്തിലെ മനുഷ്യരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോകവും ലോകത്തിലെ സംഘടനകൾ ഉണ്ടാകാം,
പക്ഷെ ഒരു മതത്തിൻ്റെ പരമാധ്യക്ഷനോട് ചോദിക്കുകയാണ്, ഈ LGBTQIA+ കാറ്റഗറി ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് അവർ അൺനാച്ചുറൽ ആയിരുന്നു. മാർപ്പാപ്പയോട് ചോദ്യം, മാർപ്പാപ്പ പറഞ്ഞ ഉത്തരം ഇതാണ്: അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? ഹൂ ആം ഐ ടു ജഡ്ജ്? അവര് കെട്ടവരെന്നും ഞങ്ങൾ നല്ലവരെന്നും, ഇത് നാച്ചുറൽ എന്നും അത് അൺനാച്ചുറൽ എന്നും പറയാൻ ഞാൻ ആരാണ്? അവരെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സാമൂഹിക ജൈവിക പശ്ചാത്തലങ്ങൾ, മാനസിക അവസ്ഥകൾ കൂടിയുണ്ട്. വിധിക്കാൻ ഞാൻ ആരാണ്? വിധി ദൈവത്തിൻ്റെതാണ്. എന്നിട്ട് പറയുന്നു, അവരെയും നിങ്ങൾ പരിഗണിക്കണം, അവരെയും നിങ്ങൾ സ്നേഹിക്കണം, അവരെയും നിങ്ങൾ ചേർത്ത് പിടിക്കണം, അവർക്കൊരു നീതിയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ മാർപ്പാപ്പ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ കുഞ്ഞു കിളിയെ കൊണ്ട് ഈ കിളിവാതിൽ തുറപ്പിക്കുന്നത്? അതിനുത്തരം 2014 മാർപ്പാപ്പയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ റോമിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് ഈ മാർപ്പാപ്പയെ അടുത്ത് കാണാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഭാഗ്യം കിട്ടി. അന്നത്തെ ഒരു സായാഹ്നം മാത്രം ഓർത്തുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: ആ മാർപ്പാപ്പ അന്ന് വൈകുന്നേരം വത്തിക്കാൻ്റെ കൊട്ടാരം വിട്ടിട്ട് ഒരു ജുവനൈൽ ഹോമിലേക്ക് വരുന്നു. അവിടെ ഏതാനും പേരുടെ കാലുകൾ കഴുകുന്നു. ആ കാലുകൾ കഴുകുന്നതിൽ ആദ്യത്തേത് ഒരു കറുത്ത വർഗ്ഗക്കാരിയുടെയാണ്. രണ്ടാമത്തേത് മേലാസകലം അസുഖബാധിതയായ ഒരു സ്ത്രീയുടെയാണ്. മൂന്നാമത്തേത് ഒരു മുസ്ലിമിൻ്റെയാണ്. നാലാമത്തേത് തടവുകാരിയുടെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഓരോ പാദങ്ങൾ കഴുകുമ്പോഴും കാല് നീട്ടിക്കൊടുക്കുന്ന മനുഷ്യരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഒപ്പിയെടുക്കുന്ന മാധ്യമങ്ങൾ കൂട്ടുകാരുടെ കണ്ണ് നിറയുന്നുണ്ട്. കാണുന്ന നമ്മളുടെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആ ആലയത്തിന് പുറത്ത് ഞങ്ങളുണ്ട്. അപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്: എവിടെയോ ക്രിസ്തു മണക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, എവിടെയോ ക്രിസ്തു മണത്ത് പോയ ഒരു സമയം, നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വിശുദ്ധനായ പാപ്പ, അദ്ദേഹം ഓർമ്മയാകുമ്പോഴും അദ്ദേഹം ബാക്കിയാക്കിയ അദ്ദേഹത്തിൻ്റെ ശൈലിയും പ്രവർത്തനവും നമ്മുടെ ജീവിതങ്ങളിൽ മാതൃകയാക്കാം. സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയുള്ളൊരു ഇൻ്റർവ്യൂവിൽ ആശ ഭോസ്ലെയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ക്രിക്കറ്റിൻ്റെ മണ്ണെന്ന് പറയുന്ന, തറവാടെന്ന് പറയുന്ന ലോഡ്സിൽ സച്ചിൻ ഇതുവരെ സെഞ്ചുറി ഇല്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ തിരിച്ച് ഭോസ്ലെയുടെ മറുചോദ്യം ഇതാണ്: അത് ആരുടെ നഷ്ടമാണ്? ലോഡ്സിൻ്റെയോ സച്ചിൻ്റെയോ? ഇത്രയും വൈവിധ്യങ്ങളുള്ള, ഇത്രയും മതവൈവിധ്യങ്ങളുള്ള ഒരു ഇന്ത്യയുടെ മണ്ണിൽ എന്തുകൊണ്ടും എത്തേണ്ടിയിരുന്നൊരു മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് ആരുടെ നഷ്ടം? പോപ്പിൻ്റെയോ ഇന്ത്യയുടെയോ? ആ നഷ്ടത്തെ വേദനയോടെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി.